രാവിലെ ഇവിടെ ചുമ്മാ ഇരുന്നപ്പോൾ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയും കൂടെ വിളിച്ചിട്ട് ചോദിച്ചു നമുക്കന്ന് വാഗമണ്ണ് പോയാലോന്ന്. അന്നേ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് അവരുടെ കാറിൻ്റെ ഒരു സീറ്റിൻ്റെ സൈഡിൽ ഞാനും കയറിയിരുന്ന് അങ്ങനെ നമ്മൾ യാത്ര അങ്ങോട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ യാത്രയൊക്കെ ഏകദേശം നമ്മൾ വാഗമണ്ണ് എത്താറായപ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അത് കഴിയുമ്പോൾ നല്ലൊരു മരം കണ്ടു, ഫുള്ള് പൂത്തൊലഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അവരവിടെ ഫോട്ടോഷൂട്ട് എടുത്തപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ വന്നൊരു വീഡിയോ അങ്ങ് എടുത്തു. വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കയറിപ്പോൾ ആ കാണുന്നത് വാഗമണ്ണിൻ്റെ ഒരു റോഡാണ് കേട്ടോ. പിന്നെ വാഗമണ്ണിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നൊരു സ്ഥലമാണല്ലോ ഇത്. പ്രത്യേകിച്ച് സംഭവം എന്താണെന്നൊന്നും അറിയത്തില്ലെങ്കിലും ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു. അങ്ങനെ നമ്മൾ നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോഴാണ് ഈ സാധനത്തിനെ കണ്ടത്. ഇതെത്ര നാളായിട്ട് ഇവിടെ ഇവരുണ്ടാക്കി വെച്ചതാണ്, ആരുണ്ടാക്കിയതാണ്, എങ്ങനെ ഉണ്ടാക്കിയതാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ കിടിലൻ സാധനമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വാഗമൺ റോഡിൽ കൂടെയുള്ള ചേട്ടന്മാരുടെ കലാവിരുതുകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചേട്ടന്മാർ നമുക്ക് നേരെ വെടിയുണ്ട പോലെ പാഞ്ഞു വന്നാലും നമ്മൾ നെഞ്ചും പിരിച്ച് നിൽക്കണം. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേന് ആ ചേച്ചി പറഞ്ഞു പാസ് എടുക്കണം, പാസ് എടുത്താൽ ഇതിനകത്തോട്ട് ഇറക്കി കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നല്ല വെയിലായതുകൊണ്ട് തന്നെ കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തൂടെയൊക്കെ കറങ്ങി വന്നപ്പോഴാണ് നമ്മൾ ഈ ആമ്പൽക്കുളം കണ്ടത്. പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല കേട്ടോ. അപ്പോഴേ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു. ഏതായാലും നമുക്ക് കുളത്തിലിറങ്ങി ബോട്ടിങ്ങിന് പോകാനോ പറ്റിയില്ല. അന്നപ്പോൾ നമ്മൾ പിന്നെ ആമ്പൽപ്പൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് പെതിയെ തിരിച്ചു വരുമ്പോഴാണ് അവിടെ സിപ്പ് ലൈൻ കണ്ടത്. സിപ്പ് ലൈനിലും കയറാനും പൈസ കൊടുക്കേണ്ടതുകൊണ്ട് ഞാനും അതൊക്കെ അറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മുടെ എല്ലാവരും പോകുന്നത് തന്നെ ഈ പൈൻ ഫോറസ്റ്റ്. എപ്പോഴും എല്ലാവരും പോകുന്ന പോലെ തന്നെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, പിന്നെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വായി നോക്കുക. ഇതിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും കേട്ടോ. ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തിനും ഫോട്ടോ എടുക്കണമെന്ന് തോന്നി അവനും പോയി ഫ്രണ്ട് ചെയ്യുന്നു. പിന്നെ ഈ പൈൻ മരത്തിനൊക്കെ എന്നാ ഹൈറ്റാല്ലേ. ഇതൊക്കെ വെട്ടി വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുമായിരിക്കും അല്ലേ. പക്ഷേ വെട്ടി വിറ്റ് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരൊന്നും ഇവിടെ വന്ന് നിൽക്കത്തില്ലല്ലോ. അപ്പം ടൂറിസ്റ്റുകൾക്ക് വരാനും കാണാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ പാസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം പാസ്സൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് ഗവൺമെൻറ് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലെ ചാടിയൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെയാണ് നമ്മുടെ സുഹൃത്ത് പറയുന്നത്. ഇതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചുള്ള യാത്ര തുടങ്ങി. യാത്ര ഇങ്ങോട്ട് വരുമ്പോഴും നമ്മൾ സെയിം ആ സാധനത്തിന് തന്നെ കണ്ടു കേട്ടോ. കരിമ്പുലി അല്ലേ.